കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവം പോലീസ് മർദ്ദിച്ചതാണ് മരണകാരണമെന്ന് കുടുംബം ആരോപിച്ചു. സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് തേടി. മരിച്ച സിയാദിന്റെ മകളും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഫോൺ സംഭാഷണവും പുറത്തുവന്നു. കൊല്ലം കുണ്ടറ സൊസൈറ്റി മുക്ക് സ്വദേശി സിയാദാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. 13 വയസ്സുകാരനെ കാണാതായെന്ന പരാതിയെ തുടർന്നാണ് ജൂൺ 16 രാത്രി സിയാദിനെ കുണ്ടറ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ചാണ് പോലീസ് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ആള് മാറി എന്നെ അടിച്ചുമ്മാന്ന് പറഞ്ഞു പോലീസ്. എത്ര ഒരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, വേറൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. പക്ഷെ മനസ്സാക്കാതെ കിട്ടി, നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. എല്ലാവരും അറിഞ്ഞെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ലല്ലോ, അവനെ വിട്ടേക്കും, അങ്ങനെ നമ്മൾ പോത്തില്ല ചോദിക്കും. പരാതിയുണ്ടോ? എനിക്ക് പരാതിയുണ്ട്. എന്നാ പരാതി, പിന്നെ എൻ്റെ മോൻ പഴുപ്പ് പോയില്ലേ ഡോക്ടർ, തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ മെയിൻ ഡോക്ടറാണ് പറഞ്ഞത് മൊത്തവും പഴുപ്പായി പോയെന്ന് പറഞ്ഞു. എക്സ്റേയും സ്കാനിങ് എല്ലാം എടുത്തപ്പോഴത്തേക്ക് വാരിയലിന് പൊട്ടലുണ്ട്. ഈ ഭാഗത്തായിട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വിട്ടത്, എന്തോ മരുന്നിൻ്റെ സ്റ്റിക്കറാണ്. ലെൻസിലോട്ട് ആവുമെന്ന് പറഞ്ഞു. ശരീരം ബോഡി അനക്കല്ലു എന്നെല്ലാം പറഞ്ഞാൽ വിട്ടത്. പിന്നെ ഓരോ ടെസ്റ്റുകൾ നടത്തിയപ്പോഴാണ് മുതുകത്ത് വെള്ളം കെട്ടി കിടക്കുന്നത്. അങ്ങനെ വെള്ളം കുത്തിയെടുത്തപ്പോഴത്തേക്ക് അത് പഴുപ്പായെന്നും വെള്ളം അങ്ങ് പഴുപ്പായെന്നും ബോഡി ഫുള്ളായെന്നും പെട്ടെന്ന് അത്യാവശ്യമായിട്ട് കൊണ്ടുവന്നിറങ്ങി ഇവിടെ അങ്ങനെ മെഡിക്കലിൽ കൊണ്ടുവന്നത്. കുനിച്ചീർത്തി ഇടിച്ചെന്നാ പറഞ്ഞത്. ഇങ്ങനെ ഇടിച്ചെന്നാ പറഞ്ഞത്. ഇരുന്നപ്പോ തല വണ്ടിക്കകത്ത് വെച്ച് ജീപ്പിനകത്ത് വെച്ച് തന്നെ ഇടിച്ചെന്നാ പറഞ്ഞത്. അത് ഇക്ക പബ്ലിക്കായിട്ട് എന്നാ പറഞ്ഞത്, രഹസ്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. സ്റ്റേഷനകത്ത് അവർ പറയുന്ന റെക്കോർഡ് വോയിസ് ഉൾപ്പെടെ റെക്കോർഡ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. ആ റെക്കോർഡ് എടുത്താൽ കിട്ടും, ആ റെക്കോർഡിനകത്ത് കാണും. എൻ്റെ ഇക്ക ഉറക്കെ പറഞ്ഞത്, രഹസ്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു വഴക്കിനോ അടിക്കോ ഒന്നും പോവാതെ നേരെ ചൊവ്വേ നിന്ന ആളെ പിന്നെ ഈ പോലീസുകാർ പിടിച്ചോണ്ട് പോയി ഇടിച്ചെന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം അങ്ങ് ദേഹം മൊത്തം വേദന, പിന്നെ ചുമയായി, അങ്ങ് ശ്വാസം മുട്ടായി, ഇത്രയായി. കസ്റ്റഡിയിലിരിക്കെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് സിയാദിന്റെ ഭാര്യയിൽ പൊട്ടിയെന്നും ഇതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും ഭാര്യ ആരോപിക്കുന്നു. ജൂൺ 16 ഒരു 12 മണി കഴിഞ്ഞാണ്. അന്നേരം ഒരു മിസ്സിംഗ് കേസ് എന്ന് പറഞ്ഞാണ് പിടിച്ചോണ്ട് പോകുന്നത് വീട്ടിൽ നിന്ന്. എന്നിട്ട് കോവിലുമൊക്കെ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി നിർത്തിയെന്നോ അങ്ങനെ എന്താ പറഞ്ഞു, ഇടിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. മുതലത്ത് നല്ല അണക്ക് ഇടിച്ച് നിർത്തിയില്ലെന്ന് പറഞ്ഞു. ശ്രീജിത്ത് എന്ന് പറയുന്ന പോലീസാണ് ഇടിച്ചതെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു. അത് സ്റ്റേഷനിൽ വെച്ചല്ലായിരുന്നു ആദ്യം പറയുന്നത്. ഞങ്ങളന്നേരം വണ്ടി കാത്ത് നിൽക്കുമ്പോൾ ഉണ്ട് ഞങ്ങളുടെ പപ്പാടെ ഫോണിൽ നിന്ന് ഒരു കോള് വരുന്നത്. അങ്ങനെ എടുത്തപ്പോൾ ഉണ്ട് പറയുന്നത്, അമ്മ ചോദിച്ച് എന്തിനാ പിടിച്ചുകൊണ്ട് പോയെന്നൊക്കെ തിരക്കിയായിരുന്നു. തിരക്കേൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ് എന്നെ ഇങ്ങനെ പോലീസുകാർ ഇടിച്ച് ഇനിയും ഇടിക്കുമെന്ന് പറഞ്ഞ് റിമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. വേഗം വാടിയെന്ന് പറയുകയും ചെയ്തമ്മേ. കുണ്ടറ സ്റ്റേഷനിലെ SI അതുലിനും കോൺസ്റ്റബിൾ ശ്രീജിത്തിനുമെതിരെയാണ് കുടുംബം ഗുരുതരാരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സിയാദനൊരു 17 തീയതി ഉച്ചയോട് തന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു എൻ്റെ വീട്ടിൽ നിന്ന് പോലീസുകാർ 16 രാത്രി 12 മണിക്ക് പോലീസുകാർ വിളിച്ചുകൊണ്ട് പോയി. ഒരു കാര്യം തിരക്കാൻ പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് പോയി ഒരു പെരുമ്പഴേക്കും കേരളത്തിൽ നിന്ന് സ്ഥലത്ത് ഇടയ്ക്ക് നിർത്തി ജീപ്പ് നിർത്തിയിട്ട് പുള്ളിയെ മർദ്ദിക്കുമായിരുന്നു. മർദ്ദിച്ചിട്ട് ചോദിക്കുന്നത് കൊച്ചെവിടെയെന്ന്. പുള്ളിക്ക് ആരും അറിയത്തില്ല. അപ്പോൾ സാറേ കാര്യം പറയാൻ പറഞ്ഞു എനിക്ക് വിഷ്ണു എന്ന് പറഞ്ഞ പയ്യൻ്റെ മകനെ നീ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ് എൻ്റെ പേര് കേസ് എന്ന് പറഞ്ഞു. അപ്പോൾ സാറേ ചെയ്തിട്ടില്ല, വിഷ്ണുവിൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ മകളാണ് കേസ് കൊടുത്തേക്കുന്നത്. ഈ വിഷ്ണുവിൻ്റെ മകൾ സിയാദ് കാര്യം പറഞ്ഞു. ഈ വിഷ്ണുവിൻ്റെ മകളും വേറൊരു പയ്യൻ്റെ റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് സിയാദ് വിലക്കിയെന്ന് വെച്ചാൽ മോളെ തെറ്റാണ് വെച്ചാൽ അച്ഛൻ്റെ കൂട്ടുകാർ തമ്മിലുള്ള ഇത് വെച്ചിട്ട് പറഞ്ഞു മോളെ അത് തെറ്റാണ് അങ്ങനെ ചെയ്തെന്ന് പറയും. ആ ഒരു പ്രശ്നത്തിലാണ് ഈ കൊച്ച് സിയാദിൻ്റെ പേര് കേസ് കൊടുത്തത്. ഈ മിസ്സിംഗ് കേസിൽ നിന്ന് വരാൻ കാര്യം ഈ സഹോദരങ്ങൾ തമ്മിലുള്ള അടിയിൽ ആൺ പയ്യൻ വീട്ടിലെ ഇളയ ഇറക്കൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ കേസാണ് സംഭവം ഉണ്ടായത്. അതിനകത്ത് സിയാദിനെ ക്രൂരമായവർ ഇടിക്കുകയായിരുന്നു. പോലീസുകാർ ജീപ്പിലിരുത്തി ഇടിക്കുകയായിരുന്നു. എന്നെ വിളിച്ച് പറഞ്ഞു കാര്യം പറഞ്ഞു. എനിക്ക് വയ്യ, ഒട്ടും വയ്യ, ചുമ കാര്യങ്ങൾ, വാരിയെല്ലാം എടുക്കാൻ വയ്യ. പക്ഷേ അങ്ങനെ പിറ്റേന്ന് രാവിലെ ഈ മിസ്സിംഗ് എന്ന് പറഞ്ഞ പയ്യൻ സ്റ്റേഷനിൽ വന്നു. അതിന് ശേഷമാണ് സിയാനെ വിടുന്നത്. വന്ന് പറഞ്ഞ സാറേ ഞാൻ വീട്ടിലെ വഴക്കിൽ ഇറങ്ങിപ്പോയതാണ്, എനിക്ക് ഇത് പങ്കും കാര്യമൊന്നുമില്ലെന്ന് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞതിന് ശേഷമാണ് സിയാനെ വിടുന്നത്. പക്ഷേ ഇത് ഈ കൊച്ച് മുഖേനയാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടായത്, ഈ 15 വയസ്സുള്ള പെൺകൊച്ച്. സംഭവത്തിനിടെ സിയാദിന്റെ മകളും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഫോൺ സംഭാഷണവും പുറത്തു വന്നു. ഹലോ ശ്രീജിത്ത് സാറല്ലേ? അതെല്ലോ. ഒന്നാളൊരു ടൈം മിസ്സിംഗ് കേസിന് ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു വീട്ടിൽ നിന്ന്. ഓർമ്മയില്ലേ? പെരുമ്പഴ കുരിശടി എടുത്ത് 2 പിള്ളേർ മിസ്സിംഗ് കേസിന്. ഓർമ്മയുണ്ടോ?
ഇപ്പൊ എന്താ പറ്റിയെന്നോ അന്ന് സാർമാരത്തെ എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ല എന്റെ പപ്പാക്ക് വയ്യാത്തേന്ന് ആന്നോ അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. ഞാൻ എന്റെ കാര്യം പറയുന്നേ തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഴുത്തിപ്പോ സീരിയസ് ആയിട്ട് കിടന്ന് ഇപ്പൊ പോയി. അന്ന് സാറിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാ വയ്യാത്ത ആളാ പോയി. ഞങ്ങൾക്കാണ് ഇപ്പൊ ഇല്ല. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കുണ്ടറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഇതിനിടെ കസ്റ്റഡി മർദ്ദന പരാതിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഡിജിപിയോട് റിപ്പോർട്ട് തേടി. സംഭവത്തെക്കുറിച്ച് അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.